ഹലോ. അപ്പോൾ നമ്മളിന്നൊരു ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ടേസ്റ്റ് നല്ല സൂപ്പറാണേ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ചട്നി ഉണ്ടാക്കാനുള്ള തക്കാളിയൊക്കെ ഇതാ ഇവിടെ റെഡിയാണ്. 3 തക്കാളിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇതാ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ രണ്ടായിട്ട് വേണം മുറിച്ചെടുക്കാനേ. അപ്പോൾ നമ്മൾ തക്കാളി ഇതാ ഇവിടെ മുഴുവനായിട്ടും മുറിച്ചെടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്താണെന്ന് നോക്കാം. വെളുത്തുള്ളിയാണ് കേട്ടോ. നമ്മളൊരു 3-4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 6-7 എടുക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അധികം എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6ഓളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് ഈ ഒരു രീതിയിൽ തക്കാളി അങ്ങ് അടുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ നല്ല രീതിയിൽ കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ തക്കാളിയുടെ ഫ്ലഷൊക്കെ നന്നായിട്ട് വെന്തതായതേപോലെ ഒന്ന് ആയി വരും. നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിലാവുന്നത് വരെ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് നന്നായിട്ട് വെന്തൊക്കെ വരുമ്പോൾ നമ്മളിത് ഇതേപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മളിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വെച്ചിരുന്നാൽ മതിയാവും. അപ്പോഴേക്കും നമുക്ക് തക്കാളിയൊക്കെ നല്ല കറക്റ്റ് പരിവായിട്ട് കിട്ടിയിട്ടുണ്ടാവും. നമ്മളിതൊന്ന് മറിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറ് ഇതിന് വന്നിട്ടുണ്ടാവും. പിന്നെ അല്ലെങ്കിൽ നമ്മളിത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളിയുടെ സ്കിന്നുണ്ടല്ലോ, തൊലി, അതിൻ്റെ പുറമേയുള്ള സ്കിന്ന്, അതിങ്ങനെ അടർന്ന് വരണം. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അതിങ്ങനെ പൊളിഞ്ഞ് വരുന്ന ഒരു പരിവാവണം. അപ്പോഴേക്കും നമുക്ക് ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇത് നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സ്കിന്ന് നന്നായിട്ടിങ്ങനെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്കിന്ന് മുഴുവനായിട്ടും മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് നമുക്ക് എങ്ങനെയാണോ സൗകര്യം, ഒന്നെങ്കിൽ ഇത് ഇപ്പോൾ തന്നെ ചെയ്യണമെന്നില്ല. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ടും ഇങ്ങനെ സ്കിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ മുഴുവനായിട്ടങ്ങ് മാറ്റി കൊടുക്കുകയാണ് സ്കിന്ന് തക്കാളിയുടെ. വളരെ എളുപ്പത്തിൽ തന്നെ പോരും കേട്ടോ. ഇത് നല്ല ചൂടടിച്ച് ഇപ്പോൾ തന്നെ അതിൻ്റെ ആ സ്കിന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളകി പോരും. അപ്പോൾ നമ്മളിതാ ഇവിടെ മുഴുവനായിട്ടും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി കൂടി ഒന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ തക്കാളിയൊക്കെ സൈഡിലോട്ട് മാറ്റിയിട്ട് ബാലൻസ് ഉള്ള എണ്ണയിലോട്ട് വെളുത്തുള്ളി അങ്ങിട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ കുറവാണെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ വെളുത്തുള്ളിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതാ ഈ ഒരു കളറിലാണ് നമുക്ക് വെളുത്തുള്ളിയും കിട്ടേണ്ടത്. അപ്പോൾ തക്കാളിയും വെളുത്തുള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ആ പാനിലുള്ള എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് ഉടച്ചെടുക്കണം. നമുക്ക് എങ്ങനെയാണോ ഇത് നല്ല രീതിയിൽ ഉടയ്ക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ എന്ത് വെച്ചിട്ടാണെങ്കിലും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും, നമ്മളിപ്പോൾ ഗ്ലാസിൻ്റെ ഒരു ബൗളാണല്ലോ എടുത്തിരിക്കുന്നത്, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പാത്രമാണെങ്കിൽ നമ്മുടെ ഇടികല്ലുണ്ടല്ലോ, ചെറിയ കല്ല്, ആ കല്ല് വെച്ചിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ നമ്മുടെ സൗകര്യം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉടഞ്ഞ് വരണം. അപ്പം നമ്മളിവിടെ ഏകദേശം ആ ഫോർക്ക് വെച്ച് തന്നെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ അവിടെ ഒരു മീഡിയം സൈസിലുള്ള സവോള നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കതങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. ഒരു പച്ചമുളകേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ഒക്കെ എടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാമേ. അതുപോലെ തന്നെ മുളക് പൊടിയും ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവും നമുക്ക് താല്പര്യം അനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതേവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി അതും കൂടി നമ്മളിതിലേക്ക്, അതിൻ്റെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട്. തക്കാളി ഉണ്ട് എങ്കിൽ കൂടി ഈ നാരങ്ങയുടെ പുളി കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കറിവേപ്പിലയാണ്, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ട് നമ്മളിതാ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകണം കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ വളരെ സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പക്ഷേ ടേസ്റ്റ് നല്ല സൂപ്പറാണ് കേട്ടോ. ചിലപ്പോൾ ചിലരെങ്കിലുമൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവും. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. തക്കാളി പക്ഷേ നമ്മൾ പാനിലിട്ട് ഇതേപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ചുമ്മാ തക്കാളി അരിഞ്ഞിട്ട് പച്ചമുളകും അതുപോലെ ഈ സവോളയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ ഫ്രൈ പാനിലിട്ടിട്ട് ഇതേവരെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ സൂപ്പറായിരുന്നു. എന്തായാലും എനിക്കിഷ്ടമായി. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതിയേ. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് സൂപ്പറാണേ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഉറപ്പായിട്ടും ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.